ഹായ് വെൽക്കം ബാക്ക്. നമ്മളോട് ഒരു 2-3 മാർക്കിനൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുള്ള ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ് കൊഹീസീവ് ഡിവൈസ് എന്ന് പറയുന്നത്. സോ കൊഹീസീവ് ഡിവൈസ് എന്താണെന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു വലിയ സെന്റൻസ് വിചാരിക്കുക. ആ വലിയ സെന്റൻസിന് 2 ഭാഗങ്ങളുണ്ട്. ഒരു എ ഭാഗമുണ്ട്, ഒരു ബി ഭാഗമുണ്ട്. ഈ 2 ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കാൻ, ഒട്ടിച്ചു ചേർക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കൺജങ്ഷൻസ്, കണക്റ്റീവ്സ്, പ്രോനൗൺസ് ഒക്കെയാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കൊഹീസീവ് ഡിവൈസ്. ഇത്രയൊന്നും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട. ഒരു വലിയ സെന്റൻസ്, അതിന്റെ 2 ഭാഗങ്ങളുണ്ട്. ആ 2 ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ പരിചയമുള്ള കുഞ്ഞു കുഞ്ഞു വേർഡ്സിനെയാണ് നമ്മൾ കൊഹീസീവ് ഡിവൈസുകൾ എന്ന് വിളിക്കുന്നത്. ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് ഞാൻ ഇതിനൊരു 7 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു 7 ടൈപ്പുകൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി, ഭാഗങ്ങളല്ല. ഈ ഒരു 7 ടൈപ്പുകൾ നമ്മൾ പഠിച്ചാൽ മതി. പിന്നെ 1-2 എക്സാമ്പിളുകളോട് എക്സ്ട്രാ വരുന്നുണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പഠിച്ചെടുക്കാം. ഒന്നാമത്തെ ടൈപ്പ് നോക്കിക്കോ, റീസൺ വെച്ചുകൊണ്ട്, കാരണം വെച്ചുകൊണ്ട് നമ്മൾ ഒരു വലിയ സെന്റൻസിന്റെ 2 ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കുന്നതാണ് ഒന്നാമത്തെ ടൈപ്പ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, സിൻസ്, ആസ് എന്നീ പറയുന്ന കൊഹീസീവ് ഡിവൈസുകൾ യൂസ് ചെയ്യാം. For example, he was very strong since he used to take care of his health very well. അവൻ നല്ല ആരോഗ്യവാനാണ്, അല്ലെങ്കിൽ അവൻ നല്ല സ്ട്രോങ് ആണ്. അതിന്റെ കാരണം എന്താ? he used to take care of his health very well. അവൻ അവന്റെ ആരോഗ്യം നല്ലപോലെ പരിപാലിക്കുന്നതുകൊണ്ടാണ് അവൻ സ്ട്രോങ് ആണ്. ഇവിടെ കാരണം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? സിൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കാരണം കാണിക്കാൻ ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, സിൻസ്, ആസ് എന്നീ പറയുന്ന കൊഹീസീവ് ഡിവൈസുകൾ നമുക്ക് യൂസ് ചെയ്യാം. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം നടന്നു, എ എന്ന് പറയുന്ന ഒരു കാര്യം നടന്നു, അതിന്റെ പരിണിത ഫലം അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ആയിട്ട് ബി എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നടന്നു. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് സോ, ആസ് എ റിസൾട്ട്, therefore എന്ന് പറയുന്ന കൊഹീസീവ് ഡിവൈസുകൾ യൂസ് ചെയ്യാം. ഷി forgot her umbrella and therefore got wet in the rain. അവള് കൊടയെടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് അവൾ മഴ നനഞ്ഞത്. ഇവിടെ നമ്മൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് കാരണമായി എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് therefore യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പർപ്പസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടി എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. ഇതിനു വേണ്ടിയിട്ട് in order to, so that എന്നൊക്കെ പറയുന്ന കൊഹീസീവ് ഡിവൈസുകൾ യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കിക്കോ, I worked hard in order to crack the exam. ഞാൻ എന്തിനാ നല്ലോണം പണിയെടുത്തത്? എന്തിനാ? I worked hard in order to, എന്തിനു വേണ്ടിയാ? ടു ക്രാക്ക് ദി എക്സാം, എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പർപ്പസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻ ഓർഡർ ടു, സോ ദാറ്റ് ഒക്കെ യൂസ് ചെയ്യാം. നാലാമത്തെ ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. കോൺട്രാസ്റ്റ് കാണിക്കാൻ അല്ലെങ്കിൽ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കൊഹീസീവ് ഡിവൈസുകളാണ്. ഇതിനു വേണ്ടിയിട്ട് ഈവൻ തോ, ബട്ട്, however, yet, although, still, nevertheless എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഡിസ്പൈറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ്, ഇങ്ങനെയുള്ള ഒരുപാട് വരുന്നുണ്ട്. കുറച്ചുകൂടെ എക്സാമ്പിളുകൾ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിന്റെ എക്സാമ്പിൾ നോക്കിയോ, ഹി ലവ്സ് സോക്കർ, however, he doesn't enjoy watching it on TV. അവന് എന്ത് ഇഷ്ടമാണ്? അവന് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് കാണിക്കാനാണ്, ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കൊഹീസീവ് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത്. he doesn't enjoy watching it on TV, അല്ലേ? അവനത് കളിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ TV-യിൽ ഇരുന്ന് അത് കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇനി 5ാമത്തെ ടൈപ്പാണ് കോൺട്രഡിക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി ഈ കോൺട്രാസ്റ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോൺട്രഡിക്റ്റ് ചെയ്തുകൊണ്ടാണ്. ഓൺ ദ കോൺട്രറി അല്ലെങ്കിൽ ഈവൻ സോ അല്ലെങ്കിൽ ഇൻ കോൺട്രറി എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇൻ കോൺട്രറി ഒക്കെ യൂസ് ചെയ്യാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എ എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു, അതിൽ നിന്ന് കംപ്ലീറ്റ്ലി വിപരീതമായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന തരം കൊഹീസീവ് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ എക്സ്പെക്ടഡ് ദ മൂവി ടു ബി ബോറിംഗ്. അവൾ വിചാരിച്ചത് സിനിമ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ബട്ട് ഓൺ ദ കോൺട്രറി ഇറ്റ് വാസ് ക്വൈറ്റ് എന്റർടൈനിങ്, അല്ലേ? അതിന് വിപരീതമായിട്ടാണ് ആക്ച്വലി സംഭവിച്ചത്. ഇറ്റ് വാസ് ക്വൈറ്റ് എന്റർടൈനിങ്. അത് വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു. സോ ഇങ്ങനെ വിപരീതമായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള കൊഹീസീവ് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത്. 6ാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എ എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു, അതിനോട് കൂടെ ഒരു കാര്യം കൂട്ടിച്ചേർത്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡിങ് ടൈപ്പ് ഓഫ് കൊഹീസീവ് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. മോർ ഓവർ, ആൻഡ്, ഇൻ അഡീഷൻ ടു, ഓൾസോ, ഫർദർ മോർ എന്നൊക്കെ പറയുന്ന കൊഹീസീവ് ഡിവൈസുകൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇതല്ലാതെയും വരുന്നുണ്ട്. നമുക്ക് എക്സാമ്പിളുകൾ നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയോ, ദി വെദർ വാസ് സണ്ണി, മോർ ഓവർ ഇറ്റ് വാസ് പ്ലസന്റ്ലി വാം ഔട്ട്സൈഡ്, അല്ലേ? പുറത്ത് നല്ല വെയിലാണെന്ന് പറയുന്നു. മോർ ഓവർ, അതിലുപരിയായിട്ട് ഇറ്റ് വാസ് പ്ലസന്റ്ലി വാം ഔട്ട്സൈഡ്, അല്ലേ? പുറത്തൊരു ശുഭകരമായ ഒരു നല്ല കാലാവസ്ഥയാണ്, ഒരു വാം ക്ലൈമറ്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ
മോർ ഓവർ, അതിലുപരിയായിട്ട് അല്ലെ, ഇവിടെ ഒരു അഡീഷൻ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഏഴാമത്തെയും അവസാനത്തെയും ടൈപ്പ് എന്ന് പറയുന്നത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു കാര്യം പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ സെന്റൻസിന്റെ രണ്ടാമത്തെ പാർട്ടും പറഞ്ഞു. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയോ, ഷീ എൻജോയ്സ് റീഡിങ് സിമിലർലി ഹർ ബ്രദർ ലവ്സ് ബുക്സ് ആസ് വെൽ. ആദ്യം അവളുടെ കാര്യമാണ് പറഞ്ഞത്, അവൾക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്. സിമിലർലി ഇനി അവളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ബ്രദറിന്റെ കാര്യം പറയുന്നത്, ഹർ ബ്രദർ ലവ്സ് ബുക്സ് ആസ് വെൽ അല്ലെ. ബ്രദറിനും പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണെന്ന് പറയുന്നത് സിസ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്, കമ്പയർ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് സിമിലർലി, ലൈക്ക്, ലൈക്ക് വൈസ്, വേർ ആസ് എന്നൊക്കെ പറയുന്ന കൊഹീസീവ് ഡിവൈസുകൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൊല്ല പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ആനുവൽ എക്സാമിന് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കൊഹീസീവ് ഡിവൈസ് ഫ്രം ദ വൺസ് ഗിവൻ ഇൻ ദ ബ്രാക്കറ്റ്സ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാ, അൺഫോർച്ചുനേറ്റ്ലി സ്റ്റീഫൻ വാസ് ഇൽ അറ്റ് ദ ടൈം ഓഫ് ദ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഫോർ വെസ്റ്റ്മിനിസ്റ്റർ ഡാഷ് ഹി അറ്റൻഡഡ് ദ ലോക്കൽ സെയിന്റ് ആൽബൻ സ്കൂൾ. ഇത് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പാഠത്തിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി എന്താ പറഞ്ഞിരിക്കുന്നത്, സ്കോളർഷിപ്പ് എക്സാമിനേഷന്റെ സമയമായിട്ട് പുള്ളിക്കാരൻ ഇല്ലായി, അസുഖം പിടിപെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം നടന്നു, അതിന്റെ പരിണിത ഫലം അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം, റിസൾട്ട് ആയിട്ട് വേറൊരു കാര്യം നടന്നു. ഇവിടെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൺ ദ കോൺട്രറി യൂസ് ചെയ്യാൻ പറ്റില്ല. ഓൺ ദ കോൺട്രറി യൂസ് ചെയ്യുന്നത് നമ്മൾ വിപരീതമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അതർവൈസും യൂസ് ചെയ്യാൻ പറ്റില്ല. അതർവൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കാര്യം പറഞ്ഞു, അതല്ലായിരുന്നെങ്കിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതർവൈസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ therefore ആണ് യൂസ് ചെയ്യേണ്ടത്. therefore he attended the local St. Alban school എന്ന് നമുക്ക് പറയാം. ഇനി ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആർ ചീപ്പർ ആൻഡ് മോർ റിലയബിൾ ദാൻ ലാപ്ടോപ്സ് ഡാഷ് ദേ ലാസ്റ്റ് ലോങ്ങർ. ഇവിടെ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, എ എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു, അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാനാണ് നമുക്ക് ഇനി ഇവിടെ ഒരു കൊഹീസീവ് ഡിവൈസ് യൂസ് ചെയ്യേണ്ടത്. ദേ ലാസ്റ്റ് ലോങ്ങർ. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ചീപ്പർ ആണെന്ന് പറയുന്നു, അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാനാണ്. ഇവിടെ ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓൾട്ടർനേറ്റീവ്ലി എന്ന് വെച്ചാൽ എന്താ, അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ആയിട്ടാണ്, ഓൾട്ടർനേറ്റീവ് ആയ ഒരു ഓപ്ഷൻ പറയാനാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ്ലി എന്ന് പറയുന്നത്. വേറാസും നമ്മൾ ഇവിടെ പറയില്ല. ഫർദർ മോർ ആണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഫർദർ മോർ. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഫിൽ ഇൻ ദ ഫോളോയിങ് സെന്റൻസസ് ചൂസിങ് ദ റൈറ്റ് വേർഡ് ഗിവൻ ഇൻ ദ ബോക്സ്. നമുക്ക് തന്നിരിക്കുന്നത് മോർ ഓവർ, ഹൗ എവർ, ഇൻ അഡീഷൻ ടു പറയുന്ന മൂന്നെണ്ണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. സൈക്ലിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ് ഡാഷ് ഇറ്റ് ഹെൽപ്സ് യു സേവ് മണി. ഇവിടെ സൈക്ലിംഗ് നല്ലൊരു എക്സസൈസ് ആണെന്ന് പറയുന്നതാണ് നമ്മുടെ എ ഭാഗം എന്ന് പറയുന്നത്. വേറൊരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നു, ഇറ്റ് ഹെൽപ്സ് യു ടു സേവ് മണി, നിങ്ങൾക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാനും നിങ്ങളെ സഹായിക്കും എന്ന് പറയുന്നു. സോ എയും ബിയും തമ്മിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എയോട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിയുമായിട്ട് എയെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു കൊഹീസീവ് ഡിവൈസ് യൂസ് ചെയ്യേണ്ടത്. ഇൻ അഡീഷൻ ടു നമുക്ക് യൂസ് ചെയ്യാം, മോർ ഓവറും യൂസ് ചെയ്യാം. രണ്ടും ആക്ച്വലി ആഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ കണ്ടോ, ഇൻ അഡീഷൻ ടു ദാറ്റ് എന്ന് നമുക്ക് പറയേണ്ടി, ഇൻ അഡീഷൻ ടു ദാറ്റ് ഇറ്റ് ഹെൽപ്സ് യു ടു സേവ് മണി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒരു ദാറ്റിന്റെ കുറവുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മോർ ഓവർ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രശ്നമില്ല. സൈക്ലിംഗ് ഈസ് ഗുഡ് എക്സസൈസ്, മോർ ഓവർ ഇറ്റ് ഹെൽപ്സ് യു ടു സേവ് മണി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ഇവിടെ മോർ ഓവർ ആണ് ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ളത്. ഇനി 5, ദ പ്രൈസ് ഓഫ് പെട്രോൾ ഹാസ് ഗോൺ അപ്പ്. മോർ ഓവർ നമുക്ക് ഇവിടെ എഴുതാം. മോർ ഓവർ. ഓക്കെ, ദ പ്രൈസ് ഓഫ് പെട്രോൾ ഹാസ് ഗോൺ അപ്പ് കൺസിഡറബിളി ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് dash the sale of the cars has not seen any decrease. അല്ലേ, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ എ ഭാഗത്ത് നിങ്ങൾ കണ്ടോ, എ ഭാഗത്ത് പറഞ്ഞത് പെട്രോളിന്റെ പൈസ കൺസിഡറബിളി ഭയങ്കരമായിട്ട് കുതിച്ചുയർന്നിട്ടുണ്ട്. പക്ഷേ എന്നൊരർത്ഥത്തിലല്ലേ ഇവിടെ വരേണ്ടത്, പക്ഷേ എന്നൊരർത്ഥത്തിൽ. പക്ഷേ ദ സെയിൽസ് ഓഫ് കാർസ് ഹാസ് നോട്ട് സീൻ എനി ഡിക്രീസ്, പക്ഷേ കാറുകളുടെ വിൽപ്പന അത് താഴേക്ക് പോയിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കാണിക്കാൻ, ഡിഫറൻസ് കാണിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഇവിടെ? ഇൻ അഡീഷൻ ടു യൂസ് ചെയ്യാൻ പറ്റില്ല, മോർ ഓവർ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളത് ഓൾറെഡി പറഞ്ഞു. അത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാ? അത് ആഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന. ഇവിടെ കോൺട്രാസ്റ്റ് കാണിക്കാൻ നമുക്ക് യൂസ് ചെയ്യുന്നത് ഹൗ എവർ ആണ് നമുക്ക് ഇവിടെ കാണിക്കാൻ വേണ്ടി പറ്റുന്നത്. സോ ഇത്രയേ ഉള്ളൂ കൊഹീസീവ് ഡിവൈസ് എന്ന് പറയുന്നത്. ഒരു 7 ടൈപ്പേ ഉള്ളൂ. അതിലുള്ള 1-2 എക്സാമ്പിളുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ്, കൊടുക്കാത്ത കുറച്ച് വേർഡുകൾ. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു 7 ടൈപ്പിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. സാധാരണഗതിയിൽ ഒരു 99.9% കേസുകളിലും ഈ ഒരു ടൈപ്പുകളിൽ നിന്നാണ്, ഈ ഒരു 7 ടൈപ്പുകളിൽ നിന്നാണ്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കി
മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മുടെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് വൈപ്പ് ഔട്ട് ചെയ്യാം. നമുക്ക് അറിയാത്ത വേർഡ്സ് വരുന്നുണ്ടെങ്കിൽ അത് വൈപ്പ് ഔട്ട് ചെയ്യാം. നമുക്ക് അറിയുന്നത് വെച്ചുകൊണ്ട് അതിനെ ഒഴിവാക്കുക, ഓപ്ഷൻസിനെ വെട്ടിമാറ്റുക എന്നുള്ളതാണ് ഇതിലുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ കോഹീസീവ് ഡിവൈസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.